പ്രാവൻകൂട്ട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ്. ഇതില് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണാണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ കാരണം ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ പല ഓരോരോ ക്യാരക്ടേഴ്സ്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ, മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിന്റെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറിസം കേട്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയും ആണല്ലോ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതില് ഇൻപുട്ട് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസറും വരുന്നോണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യം മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസം നമ്മൾ എന്തെടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരില്ല, നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു. സൗബിൻകപ്പ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ, അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് എന്ന് പറയാമോ? ഇത് തന്നെ ഇത് നമ്മുടെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിന്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കണ്ടോ ഉടനെ തന്നെ പൂർവ്വപുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പൊ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇനിയും അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. വന്നാൽ ചെയ്യും. അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല. അത് എല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാർക്കും ഉള്ളൊരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ജോലി. അപ്പൊ അത് പരമാവധി ശ്രമിക്കാറുണ്ട്. കൂറുപുലർത്തി നിൽക്കാൻ കഥാപാത്രത്തിനോട് കൂറുപുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് പരാജയപ്പെടും. ഭാഗ്യം പോലെ ഇരിക്കും. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയിലെ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ബേസിലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിലെ? ക്വിസ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് വരുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ സി.ഡി. മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ, ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിച്ചിട്ട് വന്ദേ ഭാരത്. പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമില്ല. അപ്പോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക്
അതുകൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാ? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം പോലെ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്താണ്. അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ബ്രോ അടുത്ത ഡയറക്ഷന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുന്ന റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷൻ ആവുമ്പോ പറയാം. അങ്ങനെ അതെ, അങ്ങനെ മനസ്സിലായില്ല. അത് സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. അത് നിങ്ങള് ശരിയായി വരാൻ ഇത്തിരി സമയം എടുക്കും. മിന്നൽ മുരളി യൂണിവേഴ്സിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഫിലിം ഷൂട്ടിങ് കഴിഞ്ഞു. ധ്യാൻ ചേട്ടനെ നായകനാക്കിയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജല. അപ്പോൾ നമ്മൾ ഭാവിയിൽ ടോവിനോം ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അല്ല, അതറിയാലോ, ആ യൂണിവേഴ്സ് ഒക്കെ അറിയാം. ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ യൂണിവേഴ്സ് കേട്ടിട്ടില്ലേ? അറിയാം. ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണോ? സംഭവിക്കണം. തമിഴ്നാട്ടിലാണ് ഔട്ട്ഡോറിയൻസാണ് കൂടുതലായിട്ട്. അതിനുശേഷമാണ് കൂലിയിൽ അഭിനയിക്കാൻ ചെന്നത്. അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? കുട്ടേട്ടനെ അവരെങ്ങനെയാണ്? ഭയങ്കര തികച്ചും വ്യത്യാസമായിട്ടുള്ള, ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അവിടെയുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാവരും തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷം. ചെന്നൈയിലൊക്കെ ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ. ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാവരും പറയുന്നത് എന്താ പറയാ, ഓക്കെ, ഭയങ്കര സന്തോഷം. ഇപ്പൊ അതിന്റെ ലാസ്റ്റ് മൂവ് ഇതൊക്കെ അങ്ങനെ അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറെ അധികം സംസാരിച്ചു, എങ്ങനെയാണ് അതിന്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷന്റെ കൂടെ ഉണ്ടല്ലോ ഗിരീഷ് ചെയ്യുന്നത്. അപ്പൊ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ സൗബിൻക ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തില്ല, കാശി നടക്കണല്ലോ നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടി അമ്മയൊക്കെയായിരുന്നു. അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. അല്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അത് പടം കണ്ടില്ല അല്ലേ? അത് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായില്ലേ? അപ്പൊ പടം കണ്ടിട്ടില്ല. അല്ല, അതൊരു സീനിന് ശേഷമാണ് തലയിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ്. അത് ആ മാപ്രാണ്. ഓ, ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഒബ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല, അങ്ങനത്തെ പരിപാടി. എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ ചിലപ്പോ അകത്തൊരു ഗുണ്ട കിടപ്പുന്നുണ്ടാവും. പഞ്ഞി എങ്ങനെ വന്നാ ഇതെന്താ പറയാ, ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ടേ ഗുണ്ടാപടി. അത് ക്യാരക്ടർ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി, അത് പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ധാരണ. ഇത്രയും
ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോൾ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അഭിനയിക്കുന്നത്, തോട്ടപ്പിച്ചും അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനെയും എടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാവൻകുട്ടി ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. ചേട്ടാ അതുപോലെ തന്നെ അൽഫോൻസ് അടുത്തതായിട്ട് തമിഴ് മൂവിയാണ് ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രൻ തരുന്നതല്ലേ നല്ലത്. ഭാഗമാണ് ആണ്. നിങ്ങൾ ഞാൻ പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമാണ്. മലയാള സിനിമയിലെ ബേസിൽ ഷാ മറ്റേ ഷേഖാന്റെ വിഷയത്തിൽ ബേസിൽ ഷാവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മന്ത്രി അടക്കം അതിനകത്ത് വിട്ടു. അപ്പൊ ഈ ബേസിൽ ഷാവ് വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം എന്താണ്? അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കയറ്റേണ്ടി വരും. അപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കും. പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ജാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്നാലോചിക്കണം. കാണാനുള്ള പ്രേക്ഷകരോട് അവസാനമായിട്ട് അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ചെയ്താണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റ് ആണ് കൽക്കിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റ് ആണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യമാണ്. അപ്പൊ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ട് പറഞ്ഞായിരുന്നു നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജിത്തേടന്റെ. അപ്പൊ റിയൽ ലൈഫിന് നല്ല ഇടിക്കാരനാണോ? ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ടേ? ഗുണ്ടാപടി അത് എന്താ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി അത് പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോൾ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത്
അങ്ങനെയല്ല അഭിനയിക്കുന്നത്. തോട്ടപ്പിച്ചും അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിനെയും എടുത്തെടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാവൻകൂട് ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. ചേട്ടാ അതുപോലെ തന്നെ അൽഫോൻസ് അടുത്തതായിട്ട് തമിഴ് മൂവിയാണ് ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രൻ തരുന്നതല്ലേ നല്ലത്. ഭാഗമാണ് ആണ്. നിങ്ങള് ഞാൻ പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമാണ്. ഇപ്പം മലയാള സിനിമയിലെ ബേസിൽ ഷാ മറ്റേ ഷേഖാന്റെ വിഷയത്തിൽ ബേസിൽ ഷാവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മന്ത്രി അടക്കാനത്ത് വിട്ടു. അപ്പൊ ഈ ബേസിൽ ഷാവ് വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം എന്താണ്? അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ എടുക്കുമായിരിക്കും. അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കയറ്റേണ്ടി വരും. അപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കും. പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ജാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്നാലോചിക്കണം. കാണാനുള്ള പ്രേക്ഷകരോട് അവസാനമായിട്ട് അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന മൊത്തത്തിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.